കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമുക്കിനി ഒന്നേ ചെയ്യാനുള്ളൂ. നമ്മൾ വസുമതി ആന്റിയായിട്ട് വീണ്ടും സംസാരിക്കുന്നു. ആന്റിയുടെ ഉപാധി അംഗീകരിച്ചാ പിന്നെ ആന്റിക്ക് പ്രീതിയെ സ്വീകരിക്കാതിരിക്കാനാവില്ലല്ലോ. പക്ഷേ ശാലിനി അമ്മ, വസുമതി ആന്റിയുടെ ഉപാധികള് നമ്മൾ അംഗീകരിക്കുന്ന വിവരം സത്യമ്മ അറിയുന്നില്ല, അറിയാൻ പാടില്ല. ഒക്കെ ശരി, പക്ഷെ അമ്മ അറിയാതെ എങ്ങനെയാ? വസുമതി ആന്റിയെ കാണാൻ നമ്മൾ അങ്ങോട്ട് പോകുന്നു. അവിടെ വെച്ചുണ്ടാക്കുന്ന ധാരണകള് നമ്മൾ മാത്രമേ അറിയൂ. പക്ഷെ അതിനു മുമ്പ് വസുമതി ആന്റിയുമായിട്ട് സംസാരിക്കാൻ സത്യമ്മയുടെ അനുവാദം വാങ്ങണം. പക്ഷെ അമ്മയുടെ മനസ്സൊന്ന് തണുത്തിട്ട് സംസാരിച്ചാൽ മതി. അങ്ങനെയല്ല, ഇപ്പൊ തന്നെ സംസാരിക്കണം. ഇപ്പോഴോ? ആ, സത്യാമ്മയും വസുമതി ആന്റിയും ഇത് മനസ്സിലിട്ട് പെരുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം പറഞ്ഞു തീർക്കണം വിഷ്ണുവേട്ടാ. ശാലിനി അമ്മയാകെ വെട്ടിത്തിളച്ച് നിൽക്കുക. അതിന്റെ ഇടയിൽ അതിപ്പോ എപ്പോഴായാലും നമുക്ക് ഫേസ് ചെയ്തല്ലേ പറ്റൂ. പ്രീതി വന്നേ. എനിക്ക് പേടിയാ ശാലിനി. പേടിക്കണ്ട, ഞാനല്ലേ കൂടെയുള്ളത്. എനിക്ക് വേണ്ടിയ ശാലിനി അമ്മയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിയത്. അടി എത്ര വാങ്ങാനും ഞാൻ തയ്യാറാ. പ്രീതിയുടെ പ്രശ്നം ഒന്ന് പരിഹരിച്ചു കിട്ടിയാൽ മാത്രം മതി. പ്രീതി വന്നേ, വാ വാ. അമ്മയുടെ അടുത്ത് ചെല്ലുമ്പോ എന്താവും എന്തോ. ദൈവമേ, കൂടെ ഉണ്ടാവണേ. എന്താണ് ആ ഉദ്ദേശം? കുട്ടികൾക്ക് എന്താ പറയാനുണ്ടല്ലോ. സുസ്മിതേ, നീ എന്റെ റൂമിൽ ചെന്ന് ടാബ്ലറ്റ്സ് ഇങ്ങ് എടുത്തുണ്ടോ? അങ്കിള് കുറച്ച് മുമ്പല്ലേ ടാബ്ലറ്റ് കഴിച്ചത്, ഇനി ഉച്ചയ്ക്കല്ലേ ഉള്ളൂ. എങ്കിലേ ദാ നീ ഈ ചായക്കപ്പം അകത്തുകൊണ്ട് വയ്ക്കും. വാ വന്നേ, പോയി പൊന്നിയൻ സഹായിക്കും. പോ. ഇങ്ങേരെന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടാനാണല്ലോ നോക്കുന്നത്. ഇവരെന്തിനാ വന്നേന്നറിയാതെ എങ്ങനെയാ പോവാ? നോക്കാം. കൊണ്ടുപോയിക്ക് സുസ്മിതേ, വാ. ഓ, പോയിക്കോ. അയ്യോ. ശോ. സോറി അമ്മേ. ഓ, സെന്റിമെന്റ്സ് സീന. അമ്മേ, ഈ മോളോട് ക്ഷമിക്കമ്മേ. അമ്മയുടെ ഭാവിയല്ലേ ഞാൻ. ഈ ഭാവി ഒരു തെറ്റ് ചെയ്ത അമ്മ അത് ക്ഷമിച്ച് നേരെയാക്കല്ലേ വേണ്ടത്. അല്ലാതെ നടുക്കടലിൽ ഉപേക്ഷിക്കുകയാണോ വേണ്ടേ?
അമ്മയ്ക്ക് ഒരു മാനക്കേടും ഉണ്ടാവില്ലായിരുന്നു. ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചതാ ഞാൻ. ഒന്നല്ല 2 വട്ടം. പ്രീതി പ്രീതി പറഞ്ഞത് സത്യാമ്മേ. സ്വന്തം ജീവന് അപകടം ഉണ്ടായേക്കൊന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ പ്രീതി 2ാം തവണ അബോർഷന് ശ്രമിച്ചത്. പ്രീതി, നീ 2 വട്ടം എന്നെ അബോർഷനിൽ നിന്ന് പിന്തിരിപ്പിച്ചത് ശാലിനിയാണമ്മേ. ശാലിനി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ അമ്മയുടെ ഭാവ ഇപ്പൊ ഇല്ല. ആ ശാലിനിയാണോ അമ്മ DNA ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞ് അമ്മയോട് പ്രതികാരം ചെയ്യാൻ വരുന്നത്? അർജുനേട്ടനെ കൊണ്ട് എന്റെ കാല് പിടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്? അർജുനും പ്രീതി ഒന്നിക്കരുതെന്ന് ദുഷ്ട മനസ്സുള്ള ആരോ അത് മനഃപൂർവ്വം ചെയ്താന്ന് എനിക്ക് ഉറപ്പാ. ആന്റി എന്താ ആലോചിക്കുന്നത്? ഇത് അപകടമാണല്ലോ. ജീവൻ ഒടുക്കാൻ പോലും തീരുമാനം എടുക്കുന്നതിന് മുൻപ് നിനക്കത് അമ്മയോടൊന്ന് പറയായിരുന്നില്ലേ പ്രീതി? മോളെ, ഈ പൊട്ടിക്കരച്ചിൽ അന്നാവാമായിരുന്നു. ഈ ഭാവ ഒരു പൊട്ടിയാന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഭാവയോട് ക്ഷമിക്കമ്മേ. ഭാമേ, നീ പറഞ്ഞ ശരിയാ. അമ്മയാ ഏതൊരു പെൺകുട്ടിയുടെയും കൂട്ടുകാരി. അമ്മയാവണം. അമ്മ തന്റെ മനസ്സ് കാണുന്നുണ്ടെന്നൊരു തോന്നലുണ്ടായ ഒരു പെൺകുട്ടി തന്റെ മനസ്സിലെ സങ്കടങ്ങളുടെ ഏതൊരു ചുമടും ഇറക്കി വെക്കുന്നത് അമ്മയുടെ കാൽച്ചുവട്ടി തന്നെയാ. നിന്റെ കാര്യത്തിൽ പ്രീതിക്ക് ആ തോന്നലുണ്ടായില്ല. രാഘവേട്ട, ഞാൻ എന്റെ മകളുടെ മനസ്സ് കാണുന്നില്ലെന്നാണോ രാഘവേട്ടൻ പറയുന്നത്? ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ അനുഭവങ്ങൾ തെളിയിക്കുന്നതാ. മോളെ, എഴുന്നേക്ക് എഴുന്നേക്ക്. മോൾക്കിപ്പോ എന്താ വേണ്ടേ? ചക്ക. ഈ ആന്റിക്ക് ഇത് എന്തു പറ്റി? മോളെ പ്രീതി, മോളെ. പ്രീതിക്ക് അർജുനേട്ടനൊപ്പം പോകണമെന്നുണ്ട്. ഇത് പ്രീതിയുടെ ആണോ ശാലിനിയുടെ അഭിപ്രായമാണോന്ന് ചോദിക്കാൻഡി. സുസ്മിത, നീ മിണ്ടിപ്പോരുത്. വിഷ്ണു, അല്ലമ്മ, ഇവളെയുണ്ടല്ലോ, എന്റെ അമ്മയെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഞങ്ങൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ അമ്മയെ കൊണ്ട് തീരുമാനം എടുപ്പിക്കാൻ ഇവളാരാ? ഞങ്ങൾ മക്കൾക്കും അമ്മയ്ക്കും ഇടയിൽ മറയാൻ നിൽക്കുന്നത് ഇവളൊരൊറ്റ ആളാ. അമ്മ ആവശ്യമില്ലാത്ത അധികാരവും സ്വാതന്ത്ര്യം കൊടുത്തോണ്ടല്ലേ ഇവൾ അനാവശ്യമായിട്ട് ഇടപെടുന്നത്. എവിടെ നിന്നോ വന്നൊരു പെൺകുട്ടി സ്വന്തം മക്കളുടെ ജീവിതം കാൽ കീഴിലിട്ട് പന്ത് പോലെ തട്ടിക്കളിക്കുന്നതെന്നേ അമ്മ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ഭാമാന്റി, ഞാൻ സുസ്മിത ഈ വിഷയത്തിൽ അഭിപ്രായം പറയണമെന്നില്ല. തീരുമാനം എന്റേതായിരിക്കും. പൊളിഞ്ഞു. അർജുന്റെ അടുത്തേക്ക് പോകണമെന്ന്
പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്നുണ്ടോ എന്റെ കുട്ടി? അവളുടെ മൗനത്തിന്റെ അർത്ഥം നിനക്ക് ഇനിയും മനസ്സിലായില്ലേ ഭാമേ? ഇനിയും വസുമതിയുടെ വീട്ടിലേക്ക് പ്രീതിയെ വിടുക എന്ന് പറഞ്ഞ സത്യഭാമ അവൾക്ക് മുന്നിൽ തല കുനിക്കുന്നതിന് തുല്യമാണ് രാഘവേട്ട. ഭാമേ, ജീവിതം എന്ന് പറയുന്നതേ ഒരു കാളപ്പോരോ വാതുവപ്പോ ഒന്നും അല്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി തോറ്റുകൊടുക്കുമ്പോഴാ നമ്മൾ ശരിക്കും ജയിക്കുന്നത്. ശരി, അവിടെ എന്റെ കുട്ടി സുരക്ഷിതമായിരിക്കുമെന്നതിന് എന്താ ഉറപ്പ്? പ്രീതിക്ക് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സത്യാമ്മേ. അർജുനേട്ടനില്ലേ അവിടെ? അതേപ്പറ്റിയൊന്നും പറയണ്ട. അർജുൻ നിൽക്കുമ്പോഴല്ലേ അവളിവിടെ അഴിഞ്ഞാടിയിട്ട് പോയത്. ഭാമേ, അത് വസുമതിയുടെ മാത്രം കുറ്റമാണെന്ന് പറയാനാവില്ല. പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരവും പ്രവൃത്തിയും നിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലേ? ഒരു വിധത്തിൽ പറഞ്ഞ പ്രീതി അർജുൻ കൂട്ടിക്കൊണ്ടു പോകേണ്ടത് അവരെക്കാൾ നമ്മുടെ ആവശ്യമാണ്. ഇവളുടെ വയറ്റിലൊരു കുഞ്ഞു വളർന്നു വരുന്നുണ്ട്. ആ കുഞ്ഞിനൊരു അച്ഛൻ വേണ്ടേ? ആ കുഞ്ഞ് പിറക്കുമ്പോ അച്ഛന്റെ സാമീപ്യം വേണ്ടേ? പ്രീതിയും കുഞ്ഞിനെ സർവാത്മന സ്വീകരിക്കാൻ തയ്യാറായി അർജുൻ വന്നപ്പോ നീ എന്താ ചെയ്തത്? അവനോട് പ്രീതിയുടെ കാല് പിടിക്കാൻ പറഞ്ഞു. ഏതെങ്കിലും ഒരു പുരുഷൻ ചെയ്യുന്ന പ്രവൃത്തിയാണോ അത്? നിന്റെ മകനോട് അവന്റെ ഭാര്യയുടെ കാല് പിടിക്കാൻ ശാരദാമ്മ പറഞ്ഞാ നീ ക്ഷമിക്കൂ ഭാമേ? അമ്മ പറഞ്ഞു ജയിക്കാൻ വേണ്ടി അർജുന്റെ അമ്മ എന്തൊക്കെയോ പറഞ്ഞു എന്നാ എനിക്ക് തോന്നുന്നേ. ആ വാശിയുടെ പേരിൽ നമ്മുടെ പ്രീതിയുടെ ജീവിതം തൊലയ്ക്കണോ അമ്മേ? അമ്മേ, നമ്മുടെ ഭാഗത്തുനിന്നൊരു വിട്ടുവീഴ്ച ഉണ്ടായ അപ്പോ DNA ടെസ്റ്റ്? അങ്ങനെയൊന്നും ഉണ്ടാവില്ല സത്യാമ്മേ. അത് ഞാൻ ഉറപ്പു തരാം. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ. ശരി, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ എന്റെ കുട്ടിക്ക് അവിടെ ഒരു കുറവും ഉണ്ടാവരുത്. ഉണ്ടാവില്ല സത്യാമ്മേ. ഞങ്ങൾ കൊണ്ടാക്കാം പ്രീതിയെ. പ്രീതി വാ. എന്താടാ? അച്ഛാ, നീ നന്നായി വരും മോളെ. എഴുന്നേക്ക്. പോയിട്ട് വരാം പൊന്നി. ചെയ്ത സഹായം ഒന്നും മറക്കില്ല. പൊന്നിയേക്കാ താഴെയാണല്ലോ ഞാൻ. ഭാമാൻറ്റി പോലും എന്തോ ഒരു വാക്ക് പറയാത്ത. പ്രീതി വാ. പോട്ടെ അമ്മേ.
അച്ഛാ. പോയിട്ട് വാ. അച്ഛൻ ഞാൻ കൊണ്ടാക്കിട്ട് വരാം. അമ്മ വാ. ഓന്തോടിയ വേലിക്കലോളം നീ അത്ര പോലും ഓടില്ല പ്രീതി. അതിനു മുമ്പ് സുസ്മിത നിനക്ക് വെക്കും ചെക്ക്. എന്തായാലും സത്യാമ്മ സമ്മതിച്ചല്ലോ, അത്രയും സമാധാനം. അവിടെ എത്തുമ്പോ വസുമതി ആന്റി എന്ത് പറയും? അതാ എന്റെ പേടി. പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാവുന്നുള്ളത് ഉറപ്പാ. അത് നേരിയ തോതിലൊന്നും ആവില്ല. എന്ത് സംഭവിച്ചാലും നമ്മൾ പിടിച്ചു നിൽക്കണം. മറുത്തൊരു വാക്ക് പറയാൻ പോയേക്കരുത്. ഞാനൊന്നും പറയില്ല ശാലിനി, നിനക്കറിയില്ല എന്നെ. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടൻ കൂടി കേൾക്കാനാ ഞാൻ ഈ പറയുന്നേ. ഞാൻ കേൾക്കുന്നുണ്ട്. ആ ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ മാറ്റി വെച്ചേക്കണം കേട്ടോ. പ്രീതിയെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ കയറ്റുക എന്നുള്ളതാ പ്രധാനം. മനസ്സിലായി. അതുകൊണ്ടാണല്ലോ എല്ലാം ക്ഷമിക്കുന്നേ. ആ ക്ഷമ ഇനിയും വേണോന്നാ ഞാൻ പറയുന്നേ. ഭൂമിയോളം താഴെ, അതിനപ്പുറം എന്താ ചെയ്യുക? അതിനപ്പുറവും വേണം. പ്രീതിയുടെ നല്ല ഭാവിക്ക് വേണ്ടിയാ. വിഷ്ണുവേട്ടന്റെ വിശ്വരൂപം മറന്നിട്ട് വേണം വസുമതി ആന്റിയുടെ വീട്ടുമുറ്റത്ത് ചെന്ന് ഇറങ്ങാൻ. ശ്രമിക്കാം. ശ്രമിച്ചാ പോരാ, സാധിക്കണം. അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക വരെ ചെയ്തിട്ടും അർജുനേട്ടൻ ഒന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത്. ചിത്ര, നീ വെറുതെ എഴുതിയില്ല എണ്ണൊഴിക്കല്ലേ. അതങ്ങനെ ഒരു സാഹചര്യം അല്ലായിരുന്നു. ഏത് സാഹചര്യത്തിലും കഴുത്തിന് കുത്തിപ്പിടിക്കുന്നതിന് ഒരർത്ഥമല്ലേ ഉള്ളൂ ഏട്ടാ. സ്വന്തം അമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്ന് ഓർമ്മ വേണം. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? ഇതിനു മുമ്പൊരു തവണ അവരമ്മയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അന്നേ ഞാൻ തീരുമാനിച്ചതാ, ഇനി അവരമ്മയുടെ ദേഹത്ത് തൊട്ട ആ കൈ വെട്ടണോന്ന്. എന്റെ വയറ്റിൽ ആണായി പിറക്കേണ്ടിയിരുന്നത് നീ ആയിരുന്നടി. ശാലിനി ചേച്ചിയോ? ചേച്ചി എന്നുള്ള ബഹുമാനമൊന്നും കൊടുക്കണ്ട. ഇപ്പൊ അവളും അവരുടെ പക്ഷത്താ. പ്രീതി, അർജുൻ നിക്കവിടെ. ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയെ കൊണ്ട് സത്യാമ്മയുടെ കാല് പിടിപ്പിക്കണമെന്നല്ലേ പറഞ്ഞത്? അതിന് പിടിച്ചേട്ടിക്കൊണ്ട് പോകാനായിരിക്കും. കൊട്ടേഷൻകാരനായ മകനും ഉണ്ടല്ലോ കൂടെ.